ഹായ്, ഇന്ന് സ്വാഗതം പറയുന്നത് വേറെ ആളാണ് കേട്ടോ. സൗണ്ട് കമ്മിയായി കാരണം നിങ്ങൾ കേട്ടില്ല തോന്നുന്നു. ഒന്നും കൂടി ഉറക്കെ പറയുമായിരുന്നു. ഇന്നിപ്പോ നമ്മളിവിടെ എന്താ ഉണ്ടാക്കാം? എല്ലാവർക്കും സുഖല്ലേ ചോദിച്ചു. ഇപ്പൊ വേദ എവിടുന്നാ വരണേ? വേദക്കുട്ടി സ്കൂളിൽ നിന്ന് വരികയാണ്. അപ്പൊ ഞങ്ങള് പുതിയ നല്ലൊരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വേദുവിന് ഇഷ്ടപ്പെട്ട കറിയാണ് അല്ലേ? എന്താ കറിയുടെ പേര്? ഗ്രീൻ പീസ് കറി. പിന്നെന്താ നമ്മളൊന്ന് കഴിക്കണേ? നൂൽപുട്ടും. അപ്പോ ആ ഗ്രീൻ പീസ് കറിയുടെ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോണത് അല്ലേ? അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമ്മളായിരിക്കും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. കുറെ സാധനം നമ്മളോട് എടുത്തു വെച്ചിട്ടുണ്ടല്ലേ വേദു? അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആദ്യം തന്നെ ഗ്രീൻ പീസ് എത്രയാണ് എടുത്തതെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ നമുക്ക്? അപ്പോൾ എന്താ 250 ml ഈ ഒരു കപ്പില് ഒരു കപ്പ് ഗ്രീൻ പീസ് 7-8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. എന്താ ഇപ്പം ഗ്രീൻ പീസ് നന്നായി പെരുകി വന്നിട്ടുണ്ട് അല്ലേ? കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ കപ്പ് തന്നെ 1/2 കപ്പ് നാളികേരാണത്. ഇത് അരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു 5 പച്ചമുളക്, അതിൻ്റെ കൂടെ ഒരു 7 വെളുത്തുള്ളി, ഇത്ര പോകുന്നൊരു കഷ്ണം ഇഞ്ചി, ഇത് 3ഉം കൂടിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിക്ക അനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലിപ്പോൾ 5 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? വേദുവിന് എരി ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇത് വലിയൊരു സവാളയായിരുന്നു. അതുതാ ഇങ്ങനെ നീളത്തിൽ കാണിച്ചു കൊടുക്കുക വേദു. അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ഇതാ ഇങ്ങനെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 2 തക്കാളി ചതുരത്തിൽ. പിന്നെ ഇതിൽ വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 3/4 സ്പൂൺ പെരുംജീരകം, പിന്നെ 1.5 സ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പിൻ്റെ ഇല. ഇത്രയാണ് നമ്മൾ കറിക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പീസ് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. കുക്കറിലാണ് നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ പോണത്. പിന്നെ ഈ കപ്പിൽ 3.5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂട്ടത്തിൽ നമ്മൾ എടുത്ത് വെച്ച ഉപ്പ് ഇടുക. ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം, വേവുകയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇതെന്താണ് പുറത്തേക്ക് വരാതിരിക്കാനും വേഗം വേവാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതെൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. എപ്പോഴും ഇതാ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചു വെക്കുന്നു അല്ലേ? ഗ്യാസ് ഓൺ ചെയ്യുന്നു, കുക്കർ വെക്കണു. ഇനി ഒരു 5 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ നാളികേരവും ഈ പെരുംജീരകവും കൂടി നന്നായി മഷി പോലെ അരച്ചെടുത്തിട്ട് വരും. ഇത് 5 വിസിലാകുമ്പോൾ കേട്ടോ. 5 വിസിലടിച്ചിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഗ്രീൻ പീസ് വേവിച്ചിട്ട് കുക്കർ മാറ്റി 5 വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളത് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളിയില്ലേ, ഈ ഉള്ളിയിലേക്ക് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇറക്കുക. ഇത് കരിവേപ്പിൻ്റെ ഇല തരുമോ? ഇത് നമ്മൾ എടുത്ത് വെച്ച മല്ലിയില കരിവേപ്പിൻ്റെ ഇല വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ. അതതിൻ്റെ ഇടയിൽ കിട്ടൂതേ. ഈ 2-3 കഷ്ണം കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് ചോപ്പനാവണ വരെ, ഏകദേശം ഒന്ന് ചോപ്പാവണ കളറ് ആവണ വരെ അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി. ഏകദേശം കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്.
നമ്മൾ ഗ്യാസ് ഒന്ന് സിമ്മിലാക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്നുണ്ട്. ഈ ഗ്യാസ് ഒന്ന് കൂട്ടി വയ്ക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൽ ഇളക്കുമ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞ് വരും. അത് വരെ നന്നായിട്ട് ഇത് കടന്നിട്ടൊന്ന് വേവട്ടെ, ഒന്ന് യോജിപ്പൊക്കെ വരട്ടെ. അപ്പോൾ ഇവിടെ നല്ലൊരു മണം വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും മൊത്തപ്പാട് കൂടി വറക്കണല്ലേ ഏതോ നല്ല മണം വരുമ്പോൾ വേദന കഴിക്കാൻ തോന്നില്ലേ? ഏത് ഭാവം വെയിറ്റിംഗ് കേട്ടോ. ഇത് നന്നായിട്ട് വതങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഈ തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി ഇടുമ്പോൾ വേഗം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇടുക. നമ്മൾ ഗ്രീൻ പീസിലേക്കുള്ള ഉപ്പ് അതിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്കുള്ള ഉപ്പ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇടിച്ച് വരട്ടെ. അതിന് ശേഷം ഗ്യാസ് ഒന്ന് ചെറിയ ചെമ്പിൽ വയ്ക്കുക. ഇത് പ്ലേറ്റ് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. അതായത് കടന്ന് വേവും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിരുന്നു. അത് ഞാൻ തുറന്നപ്പോൾ തക്കാളി ഇതിലായിരുന്നു. അതിലേക്ക് ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കറിയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം. ആ തക്കാളി വഴങ്ങി വന്നു. ഞാൻ പ്ലേറ്റ് ഇതെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു. വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു പോയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ, സോറി. നമ്മൾ അങ്ങനെ അടച്ചു വെച്ചിരുന്ന സാധനം ഞാൻ എടുത്ത് മാറ്റി അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയിരുന്നു. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ മസാല 4 പേരുള്ളത് വരാൻ വേണ്ടിയിട്ട്. ഇനി ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിന് ശേഷം കുട്ടി ലേശം മാറി ചെയ്തു. അപ്പം നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ഈ മസാല നമ്മൾ അങ്ങോട്ട് കൊട്ടിക്കൊടുക്കാൻ പോവാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മസാല അതിലേക്ക് കൊട്ടിക്കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട, വെള്ളമൊക്കെ ഇത് തന്നെ ഉണ്ട്. ഇതൊരു 2 വിസിൽ അടിക്കണ വരെ കുറച്ച് വെച്ചിട്ട് 2 വിസിൽ അടിക്കാൻ കൂടെ തുറന്നു. 2 വിസിലടിച്ചു. ഇപ്പോൾ ഞാൻ 2 വിസിലടിക്കും. ശരിക്കും 1 വിസിലടിച്ചാൽ മതി. പക്ഷേ എൻ്റെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടായിരുന്നില്ല നല്ലോണം ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് 2 വിസിലടിച്ചത്. ഗ്രീൻ പീസ് ഇങ്ങനെ നന്നായിട്ട് വേവണം, അപ്പോഴാണ് ഈ കറി ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യം വിസിലടിച്ചപ്പോൾ ഗ്രീൻ പീസ് ഇങ്ങനെ നന്നായിട്ട് നിങ്ങൾക്ക് വെന്തിട്ടുണ്ടെങ്കിൽ ഈ മസാല ഇട്ടതിന് ശേഷം നിങ്ങൾ 1 വിസിലടിച്ചാൽ മതി. എൻ്റെ അത്ര വെന്തിട്ടില്ല തോന്നിയതുകൊണ്ടാണ് ഞാൻ 2 വിസിലടിച്ചത് കേട്ടോ. നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചില്ലേ, പെരിഞ്ചീരകവും നാളികേരം കൂടി അരച്ച് വെച്ചിട്ടില്ലേ നന്നായിട്ട്, ആ അരച്ച് വെച്ചതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ നാളികേരത്തിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് തിളപ്പിക്കുക. നല്ല ടേസ്റ്റായിരിക്കും ഈ ഗ്രീൻ പീസ് കറി. 2 പ്രാവശ്യം അങ്ങനെ കുക്കറൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കേണ്ട പണിയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുപ്പിൽ വെച്ച് വിസിലടിക്കാതെ വേണമെങ്കിൽ വേവിക്കാം. പക്ഷെ അടുപ്പിൽ വിസിലടിച്ച് വെക്കുമ്പോൾ അത് ഒന്നും കൂടി യോജിപ്പ് വരും, വേഗം വേവും. തള നല്ലോണം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ഈ ഗരം മസാലയും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വാങ്ങാറാകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഈ മസാല. ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇനി ഈ ഗരം മസാലപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തളവട്ടെ. അപ്പോഴേക്കും നമ്മൾ കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിയില കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാ ഒരാളിവിടെ വന്ന് എത്തി നോക്കാൻ തുടങ്ങി. വേദക്കുട്ടിക്ക് മുഖമൊക്കെ മാറി. അവളെന്നോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞു. അവൾക്ക് വിശന്നിട്ട് ഇങ്ങനെ ഭയങ്കര കത്താണ്.
കടന്ന് ഉരുളാൻ തുടങ്ങിയാണ് വിശന്നിട്ട് അല്ലേ. നൂൽപുട്ടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ ഞങ്ങള്. ഈ കറി ഒന്ന് ആവാനുള്ളൊരു ടൈമാണ്. തിളച്ചു ദേവേതു. തള വന്നു. ഓഫ് ചെയ്യാൻ പറയണം. തിളച്ചില്ലേ, ഓഫ് ചെയ്തോളാം. നന്നായിട്ട് തള വന്നു. ഓഫ് ചെയ്യ പറയണം. അതാ ഓഫ് ചെയ്തു, ഞാൻ ഓഫ് ചെയ്തു. അപ്പൊ നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞു അല്ലേ. ഇത് വേറെ പാത്രത്തിലേക്ക് ആക്കി കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വേൽക്കുട്ടിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് അല്ലേ. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ നൂൽപുട്ടോ ആപ്പോ വെള്ളാപ്പോ എന്തെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് കൂട്ടി കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴാണ് എനിക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ എന്താ ചെയ്യേണ്ടത് ചെയ്തു ജ്യോതിസ് കറി വേൾഡ്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തണം എന്നാണ് അവള് പറയണത്. ചെയ്യാത്തവര് ഷെയറും ചെയ്യണം. അവള് പറഞ്ഞത് എല്ലാരും കേൾക്കണം അല്ലേ അമ്മക്ക് വേണ്ടിട്ട്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എന്താ വരൂ. ബൈ.